ഗൈസ്, അങ്ങനെ ലവ്ലി എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. അഭിനയിച്ചിരിക്കുന്നവർ മാത്യു ഉണ്ട്. ഇതിൽ മെയിൻ ഫീമെയിൽ ലീഡ് എന്ന് പറയാൻ ആരുമില്ല. ഉണ്ട്, ബട്ട് മാത്യുവിന് പേരായിട്ട് അങ്ങനെ പറയാനായിട്ട് ആരുമില്ല. പിന്നെ അഭിനയിച്ചിരിക്കുന്നവർ നമ്മുടെ ഉള്ളൊഴുക്കിലൊക്കെ ഉള്ള ആ ചേട്ടനില്ലേ, പുള്ളിൻ്റെ പേര് പ്രശാന്ത് മുരളി. കിടില്ല പുള്ളി. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ബാബുരാജ്, ജോമോൻ ജ്യോതിർ, പുള്ളി മനോജ് കെ ജയൻ, പിന്നെ നമ്മുടെ അരുൺ പ്രദീപ് ഉണ്ട്, അരുൺ അജയ് കുമാർ ഉണ്ട്, വടക്കളത്തിലുള്ള രണ്ട് ചേട്ടന്മാർ ഈ പടത്തിലുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ടുള്ള ഒരു പടം. ഇതിൻ്റെ പോസ്റ്ററോ അല്ലെങ്കിൽ ട്രെയിലറോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഈച്ച മോഡ് പടമാണെന്നും. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി ബ്രില്യൻ, ടെക്നിക്കലി അടിപൊളിയായിട്ടുണ്ട്. അത് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അത് ചെയ്തത് എൻ്റെ പൊന്നോ, തിയേറ്ററിൽ ഇങ്ങനെ നിന്ന് ഭയങ്കര രസമായിരുന്നു. ഓരോ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഓരോരോ ചെറിയ ചെറിയ പോർഷൻസിൽ പോലും സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന അടിപൊളിയായിരുന്നു. മ്യൂസിക് അടിപൊളി. മ്യൂസിക് ആരുടെ ആയിരുന്നു നോട്ടെ. മ്യൂസിക് ബൈ വിഷ്ണു വിജയും ബിജി ബാലുമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. DOP സിനിമാറ്റോഗ്രാഫി ബൈ അവർ ഓൺ ആഷിഖ് അബു. അതിൻ്റെ ക്വാളിറ്റി നല്ലോണം കാണുന്നുണ്ട്. കിട്ടിലും കുറേ ഫ്രെയിം എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോണ്ടിരിക്കുക. നമുക്ക് കണ്ണിന് എന്താ പറയുക, ഒരു കുളിർമഴ നൽകി എന്നൊക്കെ പറഞ്ഞ പോലെ കിടിലം കുറേ ഫ്രെയിം എടുത്തിട്ടുണ്ട്. പിന്നെ CG ആയാലും VFX ആയാലും ആ ഒരു ഈച്ചേൻ്റെ സംഭവങ്ങളൊക്കെ കിടിലായിരുന്നു. പിന്നെ ഈച്ചേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. 2 ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് നല്ലതാണ്. അവിടെ എല്ലാം DOP വൈസ് കിടിലം ആയി തന്നെ ഉണ്ട്. പിന്നെ എഡിറ്റഡ് ബൈ ആരുടെ, കിരൺ ദാസ്. എഡിറ്റിങ് കുഴപ്പമില്ല, 2 മണിക്കൂർ ഇറക്കേ ഉള്ളൂ. ഡയറക്റ്റഡ് ബൈ ദിലീഷ് കരുണാകരൻ. പുള്ളിയാണ് ഒന്ന് എഴുതുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ദിലീഷ് കരുണാകരൻ. പടം കുറേയൊക്കെ എനിക്ക് ബോറടിച്ച്. സെക്കൻഡ് ഹാഫൊക്കെ കുറേ ഇടത്തൊക്കെ കഴിഞ്ഞില്ലേടേ, തീർത്തൂടെ. 2 മണിക്കൂർ ദൈർഘ്യം ഉള്ള സിനിമയാണെങ്കിൽ പോലും എനിക്ക് 2.5-2.25 മണിക്കൂർ കണ്ട ഒരു ഫീലാണ് കിട്ടിയത് പേഴ്സണലി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് നമ്മളായിട്ട് കണക്റ്റ് ആവുന്നില്ല. മാത്യുവിൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് പിടിച്ചിരിക്കുന്നതാണെങ്കിലും ആ ഒരു ഈച്ചേൻ്റെ ആ ഒരു ബീൻ്റെ സംഭവങ്ങളാണെങ്കിലും നമുക്ക് ഒട്ടും ഒരു കലങ്ങളില്ല. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ അപ്പുറത്തേക്കുള്ള ചേട്ടൻ കുറേ ഇരുന്ന് കളിയാക്കിയിരുന്ന് ഒരേ ചിരിയായത്. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയായി. അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നാം, എന്തൊരു പടപടയെന്ന് തോന്നാം, എന്തോന്നാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നാം. ചിലപ്പോൾ കാട്ടവരാതെന്ന് പറയണമാരുണ്ടാവും. ഞാൻ പറയുമ്പോൾ 3D കാണണം എന്ന് നിങ്ങൾക്ക് അതുണ്ട് കേട്ടോ. 3D ആണോ സിനിമ? 3D ആണ് സിനിമ. 3D അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല രസമായിരുന്നു. 3D സിനിമ കാണാൻ അതിയായ മോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് ബുക്ക് യുവർ ടിക്കറ്റ്സ് ആൻഡ് ഗോ. എനിക്ക് പിന്നെ തോന്നി ഇതൊരു പിള്ളേർ സെറ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമയായിരിക്കാം, അവർക്ക് കണ്ട് എൻ്റർടൈനൊക്കെ ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി ഉണ്ടാക്കുന്ന സിനിമയായിരിക്കാം എന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു മാത്യുവിനെയൊക്കെ വെച്ചിട്ട്. പക്ഷേ ഈ പടത്തിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ പിള്ളേരെ കാണിക്കാൻ കൊള്ളോടെ. സംഭവം കുറച്ച് സെക്ഷുവൽ ഇൻഫ്ലുവൻസസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പടത്തിൽ കുറച്ച് കാണിച്ചിട്ടുള്ളത് അവിടെ ഇവിടെയൊക്കെ. പക്ഷെ ഇൻഡെപ്തായിട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല. പക്ക പടമാണ്. പക്ഷേ അവരുടെ സ്പീച്ചിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പിള്ളേരെ കൊണ്ടിരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും. എൻ്റെ പുറകെ കുറച്ച് സെറ്റ് ചെറിയ പിള്ളേരുണ്ടായിരുന്നു. 3D ഒക്കെ കണ്ട് ഈച്ചനൊക്കെ കണ്ടവരിക്കുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ മാത്രം ഭയങ്കര ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒന്നെങ്കിൽ ആ അറ്റത്തെത്തിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഈ അറ്റത്തെത്തിക്കണമായിരുന്നു. ഇപ്പോൾ ഈച്ച എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ നമുക്കവിടെ തുടക്കമേ കിട്ടും. ഇവിടെ ഒരു കിടില വില്ലനുണ്ട്, യവൻ അവസാനം പൊളിക്കും. പിന്നെ ഈച്ച വന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇമോഷണലി നമ്മൾ ഭയങ്കര കണക്റ്റ് ആവും. അവസാനത്തെ ക്ലൈമാക്സ് ആ ഒരു വെടിച്ചിലാണെങ്കിൽ നമ്മൾ എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസിലായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു മ്യൂസിക് ഉണ്ട്. അത് ആരുടെ മ്യൂസിക് ചെയ്തത്? DSP ആണോ? എനിക്ക് അറിഞ്ഞുകൂടാ. ആരുടെ ആണെങ്കിലും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന അത്ര ഇമോഷണലി പിടിച്ചിരുത്തുന്ന സിനിമയാണ് നാനി അഥവാ ഈച്ച. സമന്ത ആയാലും കിച്ച സുദീപ് ആയാലും എല്ലാവരും കിടിലനായിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു സംഭവം കിട്ടിയിട്ട് നിങ്ങൾ അത് പ്രതീക്ഷിച്ച് ഒരിക്കലും ഈ സിനിമയ്ക്ക് പോകരുത്. ഇത് വേറൊരു കൈൻഡ് ഓഫ് ഈച്ച പടമാണ്. പിന്നെ മറ്റേ എന്താ പുനർജനിച്ച് വരുന്ന ആ സംഭവങ്ങൾ അതൊന്നുമല്ല, വേറൊരു തലത്തിലുള്ള സാധനമാണ്.
ഈച്ചയ്ക്ക് ഡബ് ചെയ്ത ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറെ ഇടത്തൊക്കെ തുടക്കമൊക്കെ കുഴപ്പമില്ലായിരുന്നു, അവസാനമായപ്പോൾ നല്ല വെറുപ്പിക്കലായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ആരാണ് ചെയ്തതെങ്കിലും ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ഈച്ചയ്ക്ക് ഡബ് ചെയ്തിട്ടുള്ളത്. മനോജ് കെ ജയൻ ചേട്ടൻ ഉണ്ട്. പുള്ളീൻ്റെ ഫാമിലി വൈസ് ചെറിയ കോമഡിയൊക്കെ അവർ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ബാബുരാജ് ചേട്ടൻ ഒരു ഫൈറ്റ് സീക്വൻസിന് വേണ്ടി പുള്ളീനെ കൊണ്ടുവന്നിട്ടുണ്ട്. ജോമോൻ ചോദ്യം ഇടയ്ക്ക് ഒന്ന് കോഞ്ഞടിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പടവും മാത്യുവിൻ്റെ കലങ്ങിയില്ല. റൊമാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, പക്ഷേ മാത്യുവിൽ അതിഗംഭീരമായിട്ട് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, കൊള്ളായിരുന്നു. മച്ചാന് എനിക്കിപ്പോഴും പഴയ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് തണ്ണീർമത്തൻ ദിനങ്ങൾ അതിലെ മാത്യുവിനായിട്ടാണ് എനിക്ക് കാണേണ്ടത്. നിലവക്കന്മേൽ എന്നടി കോപത്തിൽ പടം ക്രിഞ്ച് ഫെസ്റ്റ് ആണെങ്കിലും മച്ചാൻ്റെ കഥാപാത്രത്തിൻ്റെ ചില ചേഷ്ടകളും ശൈലികളൊക്കെ നല്ല രസമായിരുന്നു. നമുക്ക് ഇച്ചിരി പടത്തിൽ തരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ബട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ അണ്ണൻ കുറച്ചും കൂടി കയറി വരാനുണ്ട്. ലിയോയിലൊക്കെ എത്തി അടിപൊളിയായിട്ട് തന്നെ ചെയ്തു, അതെല്ലാം ശരി തന്നെ. പക്ഷെ മലയാള പടത്തിലോട്ട് വരുമ്പോഴത്തേക്കും എവിടേക്കോ ആ ഒരു പഴയ മാത്യുവിനെ കിട്ടാത്ത ഒരു ഭയങ്കര ഫീല്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് നടന്മാരാണ് മാത്യു തോമസും നസ്ലിൻ ഗഫൂറും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ വിത്ത് ലവ്ലി. എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾ ഇനി സിനിമ കണ്ടു നോക്കുക. ഞാൻ ആരെയും കാണണമെന്നോ വേണ്ടോ ഒന്നും പറയാനുള്ള. പിന്നെ വേറെ സംഭവം ഉണ്ടായത്, മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരു ലോഡ് തള്ളക്കിവിളി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ മനസ്സിലായി PR വർക്കേഴ്സ് ആണെന്ന്. അവന്മാർ തുരത്താൻ വേണ്ടി വന്നാണ്. കാര്യമില്ലടേ, എനിക്ക് കണ്ടതിലൂടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. തെറി പറഞ്ഞാൽ തെറി പറയട്ടെ, വീട്ടിലുള്ളവരെ പറഞ്ഞാൽ തിരിച്ചു പറയുന്നതായിരിക്കും. അതൊന്നും മനസ്സിൽ കൂട്ടി വെച്ച് അവന്മാർ ഈ വീഡിയോ ഒന്നും കാണാൻ പോകണില്ല. അവന്മാരൊക്കെ ഇതിന് വേണ്ടി മാത്രം വേണ്ട. പ്രിൻസ് ആൻഡ് ഫാമിലിൻ്റെ റിവ്യൂ വന്നു. ഇവൻ എന്തൊരു പറയണം, ശോകം പടം. ഇവനിട്ട് 10 പടകളെ ഗ്രൂപ്പിലെടുത്തിടും. ഇവൻ പള്ളു വിളിക്കുന്നു, എല്ലാവരും കൂടി അവനെ തിരിച്ച് പള്ളുവിളി. ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ അതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ വിത്ത് ലവ്ലി. ബൈ ബൈ.